ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖയാക്കി നൽകിയിരുന്ന ഒരു സഭയുണ്ടായിരുന്നു, എഫെസോസ് സഭ. ആ സഭ ഇന്ന് എവിടെയാണ്? ആ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ സഭയുടെ ചരിത്രപരമായ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് ആമുഖമായിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. വളരെ അധികം വിശ്വാസികൾക്ക് വേണ്ട മാർമിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഒരു സഭാ ലേഖനമാണ് എഫെസർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് ജയിലിലിരിക്കുന്ന സമയത്ത് എഫെസോസ് സഭയ്ക്ക് എഴുതിയതും കൂടാതെ ഈ ഭൂമിയിൽ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്ന ഓരോ വിശ്വാസിക്കും വേണ്ടി എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ വിരചിതമായ ഒരു പുസ്തകമാണ് എഫെസ് ലേഖനം. ഒത്തിരി മർമ്മങ്ങൾ, ഒരു വിശ്വാസി അവൻ എപ്പോൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, അവൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അവനെക്കുറിച്ചുള്ള അവന് ലഭിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷനുകൾ, അവൻ ലഭിച്ചിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ, അങ്ങനെ നിരവധി ആത്മീക നന്മകളുടെ ഒരു കലവറയാണ് എഫെസ് ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ ആമുഖം, ഇതൊരു വിശദമായ പഠനത്തിലേക്കൊന്നും ഈ ക്ലാസ് പോവുകയില്ല, എങ്കിലും ഇതിനകത്തുനിന്ന് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അടുത്ത ദിവസങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ഓരോ സ്ഥലത്ത് ചെന്ന് ഒരു സഭ ഉണ്ടാകുവാനായിട്ട് നാം പ്രാർത്ഥിച്ച ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വരുന്ന എതിർപ്പുകൾ, കഷ്ടങ്ങൾ, ഇതൊക്കെ നേരിട്ടിട്ട് വേണം ഒരു സഭ കൂടിവരവ് ഉണ്ടായി വരുവാനായിട്ട്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് അന്ന് ഒരു മനുഷ്യനെ സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം, അതിഭയങ്കരമായ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് ആഭിചാരക്രിയകളും മന്ത്രവാദങ്ങളും മോശകരമായ ജീവിതവും നയിച്ചിരുന്ന അർത്തമീസ് മഹാദേവിയുടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. അതിനെക്കുറിച്ച് ഒരല്പം നമുക്ക് തിരുവെഴുത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ചരിത്രപരമായ കാര്യങ്ങളല്ല. അതിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ തിരുവെഴുത്തുകളിൽ തന്നെ എഫെസോസ് സഭയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അല്പം മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അന്നത്തെ പ്രധാനപ്പെട്ട 5 നഗരങ്ങളിൽ ഒന്നായിരുന്നു എഫെസോസ് എന്ന് പറയുന്നത്. മറ്റുള്ളവ റോം, യെരുശലേം, ഈജിപ്തിലെ അലക്സാൻഡ്രിയ, സിറിയയിലെ അന്ത്യോക്യ, ഇതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട 5 നഗരങ്ങൾ. അതിൽ ഒന്നായിരുന്നു ഈ എഫെസോസ്. ഇത് കേസ്റ്റർ നദിയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ വളരെ ഫലപുഷ്ടമായിരുന്നു ഈ സ്ഥലം. ഗ്രേക്കര് ഇവിടെ ധാരാളമായി കുടിയേറി പാർത്തു. ഏതിനോടും ഇണങ്ങിച്ചേരുവാനും ചേരുന്നവരും സംസ്കാര സമ്പന്നരുമായിരുന്നു ഗ്രേക്കര്. അവരുടെ പ്രധാനപ്പെട്ട രീതികൾ എന്ന് പറഞ്ഞാൽ ആഡംബരം, സംഗീതം, നൃത്തം, മ്ലേച്ഛത, ഇവയിൽ അവർ ആസക്തരായിരുന്നു ഈ ഗ്രേക്കർ. പുരാതന ലോകത്തിലെ 7 മഹാ അതിശയങ്ങളിൽ ഒന്നായ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഇവിടെ ആയിരുന്നതിനാൽ എഫെസോസ് ലോക പ്രസിദ്ധമായിരുന്നു. ആകാശത്ത് നിന്ന് വീണ് കിട്ടിയതെന്ന് വിശ്വസിക്കപ്പെട്ടതും ശരീരം മുഴുവൻ സ്തനങ്ങൾ നിറഞ്ഞതുമായ ഒരു ദേവതയായിരുന്നു അർത്തമീസ്. അപ്പോൾ എഫെസോസ് പട്ടണത്തിലുണ്ടായിരുന്ന ഒരു വലിയ ക്ഷേത്രമാണ് അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം. അത് ആ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ശില്പം എന്ന് പറയുന്നത് ഒരു വലിയ ഉയരമുള്ള ഒരു വലിയ ഒരു കൽപ്രതിമയായിരുന്നു. അതിൻ്റെ ശരീരം മുഴുവൻ സ്തനങ്ങളാണ്. ആ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് അപ്പോസ്തലനായ പൗലോസ് പോയി സുവിശേഷം അറിയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലരെയും സകലത്തെയും പോഷിപ്പിക്കുന്നവൾ, അതാണ് മാർബിൾ കൊണ്ടുള്ള ഈ കറുത്ത വിഗ്രഹം അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 200 വർഷം കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. ഒരു മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു ഭയങ്കരമായ ശില്പമാണ്. ഇന്ന് നമ്മൾ വലിയ ഗോപുരങ്ങൾ, അറബ് രാജ്യത്തുള്ള ഏറ്റവും വലിയ ആ ഒരു ഗോപുരമുണ്ടല്ലോ, അതുപോലെ അതിഭയങ്കരമായ ഒരു പ്രതിമയായിരുന്നു ഈ അർത്തമീസ് മഹാദേവിയുടെ പ്രതിമ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ തെളിവ് എന്താണെന്ന് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം, പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യൻ ആര്? അപ്പോൾ എഫെസോസ് പട്ടണവും
അവിടെയുള്ള അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തെയും കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് എഫെസോസ് പട്ടണം. എഫെസോസിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവിടെ കോറസസ് എന്ന് പറയുന്ന ഒരു മലയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു വലിയ തിയേറ്റർ ആയിരുന്നു. ഒരേ സമയത്ത് 25,000 പേർക്ക് നിരനിരയായിട്ടും മറ്റു ഭാഗങ്ങളിലുമായിട്ട് ഏകദേശം 50,000 പേർക്ക് കാണികൾക്ക് ഇരിക്കാമായിരുന്ന ഒരു വലിയ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന് പറയുന്ന പേര് രംഗസ്ഥലം എന്നാണ്. അവിടെ മൃഗങ്ങളും മനുഷ്യനും തമ്മിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു, മത്സരങ്ങൾ നടത്തി വന്നിരുന്നു. ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് പൗലോസ് ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം ബിരുദ പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നതും, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തതെന്നെല്ലാം പറയുന്നത് ഈ സ്റ്റേഡിയത്തെ എല്ലാം ആസ്പദമാക്കിയിട്ടാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 29, 30, 31 വരെയുള്ള വാക്യങ്ങൾ. 19-ന്റെ 29 മുതൽ പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചപ്പോൾ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. അപ്പൊ രംഗസ്ഥലം എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടത്തിന് വന്ന് ചേർന്ന് നിൽക്കാവുന്ന ഒരു വലിയ സ്ഥലമാണ് ഈ രംഗസ്ഥലം എന്ന് പറയുന്നത്. 25,000 പേർക്ക് നിരകളായിട്ട് അവിടെ ഇരിക്കാം. മൊത്തത്തിൽ ഏകദേശം 50,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ തീരവും അതിനോട് ചേർന്ന ചില ഉൾപ്രദേശങ്ങളും കൂടിയ വലിയ ഒരു ഭൂഭാഗത്തിന്റെ തലസ്ഥാനമായിരുന്നു എഫെസോസ്. ഇതൊരു കച്ചവട കേന്ദ്രവും കൂടിയായിരുന്നു. അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൽ ഏകദേശം 1000-ഓളം ദേവദാസിമാരുണ്ടായിരുന്നു. അപ്പൊ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് എഫെസോസിൽ വരുന്ന ആളുകൾ ഈ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിലുള്ള ദേവദാസികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. അത് ഒരു ആരാധനയായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെ അവരവിടെ ആരാധനയ്ക്കായിട്ട് വരുന്നു. അവിടെ ആയിരക്കണക്കിന് ദേവദാസികൾ അതിനുവേണ്ടി നിയോഗിച്ചിരുന്നു. അങ്ങനെ അവരെ ഒരു കച്ചവടത്തിന് വേണ്ടി, ശരിക്കും പറഞ്ഞാൽ അതൊരു ആത്മീയതയുടെ പേരിൽ നടന്ന ഒരു വൃത്തികെട്ട ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു ഈ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ അങ്ങോട്ട് വരുമായിരുന്നു. കാരണം അവർക്ക് പല കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഈ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം. ഇതുകൂടാതെ തട്ടാന്മാര് പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കൾ കൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ക്ഷേത്ര രൂപങ്ങളും വിഗ്രഹങ്ങളും മുതലായവ പണക്കാർ വന്ന് വാങ്ങി വഴിപാടായി ക്ഷേത്രത്തിൽ വെക്കും. അവിടെ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. അതുകൂടാണ്ട് കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. പാവപ്പെട്ടവർ മണ്ണുകൊണ്ടുള്ളതും വാങ്ങി വെക്കും. ഈ കുറെ കഴിയുമ്പോൾ മണ്ണുകൊണ്ടുള്ളവ നശിപ്പിച്ചു കളയും. വെള്ളി, പൊന്ന് മുതലായവ കൊണ്ടുള്ളത് ഉരുക്കി വിറ്റ് ആദായം ഉണ്ടാക്കി വന്നു. അതായത് ലേലത്തിലെടുത്തിട്ട് കുറെ കഴിയുമ്പോൾ, ഇതെല്ലാം കുറെ അധികമായി കഴിയുമ്പോൾ അവിടെ അത് ലേലത്തിൽ വിളിച്ച് വീണ്ടും അത് ഉരുക്കി വീണ്ടും ക്ഷേത്ര രൂപങ്ങളാക്കി മാറ്റി അവിടെ നേർച്ച കൊടുക്കത്തക്ക രീതിയിൽ ഒരു വലിയ ബിസിനസ് അവിടെ നടത്തി വന്നിരുന്നു. അപ്പൊ ആ സ്ഥലത്ത് ആ ബിസിനസ് നടത്തി വന്നിരുന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള തട്ടാൻ ആളുകളെല്ലാം ഇളക്കി. നമുക്ക് 19-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 23 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അക്കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി, അതായത് ക്രിസ്തീയ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവന്റെ കീഴിൽ വളരെ ആളുകൾ ജോലി ചെയ്തു വന്നിരുന്നു, വളരെ നടത്തി വന്നിരുന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസിയ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തട്ടാന്റെ ബിസിനസ് നിന്ന് പോകും. വിഗ്രഹത്തിന് ശക്തിയില്ല എന്നും വിഗ്രഹം ഏതുമില്ല എന്നും പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഏത് വിധേയനെയും ഈ തട്ടാന് അവന്റെ തൊഴിൽക്കാർക്ക് തങ്ങളുടെ കച്ചവടം നിന്നു പോകുമെന്നുള്ള ധാരണയാൽ അപ്പോസ്തലനായ പൗലോസിനെതിരെ, അവന്റെ കൂടെയുള്ള കൂട്ടു സഹോദരന്മാർക്കെതിരെ ഒരു വലിയ ഒരു യുദ്ധത്തിനായിട്ട് ഒരു ആഹ്വാനം വിളിച്ചു കൂടുന്നത് നമുക്ക്, യുദ്ധത്തിനല്ല, ഒരു പ്രശ്നത്തിനായിട്ട്, ലഹളയ്ക്കായിട്ട്, വഴക്കനായിട്ട് ഒരു ഇത് വിളിച്ചു കൂട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. രംഗസ്ഥലത്ത് വന്നിരുന്ന ആളുകൾ ആസ്യാധിപന്മാരെന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. പൗലോസിന്റെ ചില സുഹൃത്തുക്കൾ ആസ്യാധിപന്മാരായിരുന്നു. അവിടെ കലഹം ഉണ്ടായപ്പോൾ പൗലോസിനോട് അവർ പറഞ്ഞു, നീ ഇപ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് അവരവിടെ തടുത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് 34 ഈ പട്ടണം പൗലോസ്, തിഹിക്കോസ്, മറ്റനേകം ക്രിസ്ത്യാനികളും സന്ദർശിച്ചിരുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്തിലെ സംഭവത്തിന് ശേഷം ആസിയയിൽ നിന്നുള്ള യഹൂദന്മാരും സാക്ഷികളായിട്ട് അവിടെ വന്ന് പോയത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇനി ആസിയയിൽ പോയിട്ട് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ വിലക്കിയത് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 6 അവൻ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. അപ്പോൾ ഒരു സമയത്ത് പൗലോസിനോട് പറഞ്ഞു, നീ അവിടെ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ അവനെ തടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഗ്രീസിൽ നിന്ന് സിറിയയിലേക്കുള്ള മടക്കയാത്രയിൽ താൻ അവിടെ സന്ദർശിക്കുകയും ഒരാഴ്ചയ്ക്ക് ശേഷം അക്വില ദമ്പതികളെ അവിടെ വിട്ടിട്ട് പൗലോസ് പോവുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തലക്ഷൗര്യം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയെയും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സിറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. അപ്പോൾ അക്വില പ്രിസ്കില്ല ദമ്പതികളെ അവിടെ വിട്ടതിന് ശേഷം പൗലോസ് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസിന്റെ അഭാവത്തിൽ അപ്പല്ലോസ് എഫെസോസ് സന്ദർശിച്ചു. അക്വില പ്രിസ്കില്ല ദമ്പതികളിൽ നിന്നും ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി മനസ്സിലാക്കിയ ശേഷം അവൻ കൊരിന്തിലേക്ക് പോകുന്നത് നമുക്ക് അതിന്റെ 18-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പൗലോസിന്റെ രണ്ടാമത്തെ എഫെസോസ് സന്ദർശനം എന്ന് പറയുന്നത് 3 വർഷം നീണ്ടു നിന്നു. AD 57 മുതൽ 57 വരെ. ഈ സമയത്ത് രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ വെച്ച് യോഹന്നാന്റെ 12 ശിഷ്യന്മാരെ കാണുകയും യോഹന്നാൻ സ്നാപകന്റെ 12 ശിഷ്യന്മാരെ കാണുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടില്ല എന്ന് പറയും. അങ്ങനെ ആ 12 പേരെ കണ്ടെത്തി വചനം പഠിപ്പിച്ച് അവരെ സ്നാനപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ. അപ്പല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിനും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവർ അവനോട് ചോദിച്ചതിന് യോഹന്നാൻ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ സ്നാനമേൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് എഫെസോസ് സഭയുടെ ഒരു ചരിത്രമാണ്. അതിശക്തമായ നിലയിൽ പൗലോസ് തന്റെ പ്രവർത്തനം നടത്തിയ ഒരു മേഖലയാണ് എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. അവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്നാൽ പിന്നീട് ആ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എഫെസോസ് സഭയെ കുറിച്ച് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അല്ലെങ്കിൽ ഒരു ദൈവദാസനെ, ദൈവദാസിയെ, നിങ്ങളായിരിക്കുന്ന സഭയിൽ ഇപ്പോൾ ദൈവസ്നേഹം വിട്ടുകളഞ്ഞ ഒരു അവസ്ഥയിലാണെങ്കിൽ അതൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം എഫെസോസിൽ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു, ആദ്യ സ്നേഹം എന്നോടുള്ളത് നിങ്ങൾക്ക് വിട്ടുമാറിയിരിക്കുന്നു, നിങ്ങൾ മനം തിരിയണം, നിങ്ങൾ മടങ്ങി വരണം എന്ന് കർത്താവ് അവർക്ക് ഏതിലാണ് നീ വീണിരിക്കുന്നതെന്ന് ഓർത്ത് മടങ്ങി വരണമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും ആ മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുകയും ആ എഫെസോസ് സഭ എന്നേക്കുമായിട്ട് മാറിപ്പോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ. ഇന്ന് എഫെസോസ് പട്ടണത്തിന്റെ പല ഭൗതിക അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇന്ന് അതൊരു ദരിദ്രമായ രാജ്യമായിട്ട് അവിടെ നിലകൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഐസാലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഇന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അനേക സഭകളും കർത്താവ് നോക്കുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ പിന്നെ നമ്മളൊരു മരവിപ്പിലേക്ക് പോവുകയും പതുക്കെ ആ സഭ മാറിപ്പോവുകയും ചെയ്യും. നമുക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അനേക മർമ്മങ്ങൾ അടങ്ങിയ ഒരു ലേഖനമാണ് എഫേസ് ലേഖനം. അതിനകത്ത് ആത്മീയമായ അനേക രഹസ്യങ്ങളുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നാം ഇന്നായിരിക്കുന്ന സഭയുടെ ഒരു പുതുക്കത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കാതെ ദൈവദാസന്മാരെ ഭയപ്പെടുകയും ദൈവദാസന്മാരെ ഇടിവിൽ നിന്ന് കർത്താവിനെ ഭയപ്പെടുകയും അങ്ങനെ വിശ്വാസികളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് വേണ്ട ആലോചനകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ദൈവഭയത്തോടെ നിൽക്കുമെങ്കിൽ ദൈവം സഭയെ സംരക്ഷിച്ചുകൊള്ളും. ദൈവം അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങൾ അതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ,
കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയോടുള്ള സ്നേഹത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ടും സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്ന എരിവോ ആ ഒരു കർത്താവെ, അങ്ങയോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയോ ഇന്ന് ഞങ്ങളിൽ നിന്ന് എവിടേക്കോ കൈമോശം വന്നിട്ടുണ്ട് കർത്താവെ. ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവെ. എന്നോട് അടുത്ത് വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങളോട് അടുത്ത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ദൈവകൃപയിൽ സൂക്ഷിക്കണമേ കർത്താവെ. ലോകമെങ്ങുമുള്ള എല്ലാ സഭകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സഭയും അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ. വിശ്വാസികളെ മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്കും തിരിച്ചു വരുത്തണമേ കർത്താവെ. ആദ്യ സ്നേഹം കളഞ്ഞു എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കുറ്റപ്പെടുത്തൽ ഏറ്റെടുത്തുകൊണ്ട് മടങ്ങി വരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.